ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടാ. എന്താ രാമേന്ദ്ര പ്രശ്നം? അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ലാതെ. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോഹിച്ച് നിൽക്കണ്ട കേട്ടാ. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ? തീർത്തു തരാം സർ. അങ്ങയുടെ റൂളിങ്ങിനെ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് സർ സംസാരിക്കുന്നത്. അടുത്തത് ആ തരത്തിൽ ശ്രമിക്കാം. ഒരു ദശകത്തോളം നീണ്ട അമിതാധികാര പ്രയോഗങ്ങളുടെയും അസഹിഷ്ണുതയുടെയും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആക്രമണങ്ങളുടെയും അഴിമതിയുടെയും ജനവിരുദ്ധതയുടെയും വർഗീയ അവസരവാദത്തിന്റെയും എല്ലാം വഞ്ചക ഭരണവാഴ്ചയെ ചരിത്രത്തിന്റെ ചവറ്റുകുറ്റയിലേക്ക് തൂത്തെറിഞ്ഞ് വീറോടെ ജനവിധി എഴുതിയ കേരളത്തിലെ മുഴുവൻ ജനതയെയും അഭിനന്ദിക്കുകയാണ് സാർ. ഇല്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും എന്തായിക്കൂടാ എന്നതിന്റെ സർവ്വലക്ഷണമൊത്ത ഉദാഹരണമായി CPM എന്ന പാർട്ടിയും അതിനെ നയിച്ച ഭരണവും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമുള്ള ആടവും സന്ദേശവുമായി മുന്നിൽ നിൽക്കുകയാണ് സാർ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയുമായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. സർ, ത്യാഗഭരിതവും ഇതിഹാസ തുല്യവുമായ ചരിത്രമുള്ള ജനകീയ പ്രതിബദ്ധതയും വർഗ രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒറ്റ ഉടമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിത്തീർന്നതിന്റെ ദുരന്ത ഫലമാണ് സർ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പനിതെങ്ങനെ സാധിച്ചെടുത്തതാ? കുലംകുത്തികളായി മുദ്രകുട്ടപ്പെട്ടവരെ കേരള മണ്ണ് ജനാധിപത്യ വീറോടെ ജനകീയ നേതാക്കളായി ഉയർത്തിക്കാണിച്ചതിന്റെ ചിത്രമാണ് സാർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. വടകരയും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയുമെല്ലാം ഭാവി ഇടതു ബദൽ രാഷ്ട്രീയത്തിന് ദിശാസൂചകമായി വിളക്കുമാടങ്ങളായി ഇന്ന് കേരളത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സാർ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഐക്യമുന്നണി രൂപപ്പെടുന്നതിന്റെ വിളംബരം കൂടിയാണ് സാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം. സമാധാനമായല്ലോ, അനുഭവിച്ചു. വലിയ പ്രതീക്ഷകളുടെ കൂടെയാണ് സാർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അധികാരമേറ്റ ഉടനെ അടിസ്ഥാന ജനവിഭാഗമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.